പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയോട് ചെയ്ത വാഗ്ദാനങ്ങളെ ശുഭമാക്കുകയും അങ്ങയുടെ പ്രമാണങ്ങളെ അതുപോലെ സ്നേഹത്തോടെ അനുസരിക്കുകയും ചെയ്യാൻ എന്നെ സഹായിക്കണമേ. അപ്പോഴാണ് ഈ ശുഭമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഭവം. അപ്പൊ ഇപ്പൊ ഈ രമ്യ രവീന്ദ്രൻ പെട്ടെന്ന് അവിടെ നിന്നുണ്ട്. എന്താണ് അച്ഛൻ 10 മണി കഴിഞ്ഞിട്ട് അച്ഛനെ രാത്രി 10 മണി കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനില്ല, ഇടവക അച്ഛനെ കാണാനില്ല. ഭാര്യയും ഭർത്താവും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ രമ്യ രവീന്ദ്രൻ അവിടെ ഇരുന്നിട്ടും പറഞ്ഞു, അവൾ ഉടനെ ലൈറ്റൊക്കെ പെരക്വസ്റ്റ് ഇട്ടു. അത് എപ്പോൾ വേണമെങ്കിൽ ഇടാമല്ലോ. നമുക്ക് ലൈറ്റ്നിങ് അറേഞ്ച്മെൻറ്റാണ്. നമുക്കൊരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോടുള്ള പെട്ടെന്നുള്ള അറേഞ്ച്മെൻറ്റാണ് ലൈറ്റൊക്കെ പെരക്വസ്റ്റ്. അത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ അതിവിടെ ആൾ ഉറങ്ങിയാലും എടുത്തില്ലേലും ആരെടുക്കും? എടുക്കേണ്ട ആളെടുക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങൾ ലൈറ്റൊക്കെ പെരക്വസ്റ്റ് കൃപാസനത്തിലോട്ടല്ല, പിന്നെ എന്താണ്? കൃപാസന ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ്. കൈയടിക്കട്ടെ. അപ്പൊ രമ്യ രവീന്ദ്രന് ഭർത്താവും കൂടി വിഷമിച്ച് അവരെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്. കയറാനും പറ്റാത്ത കണ്ടീഷനാണ്. ഒരോടുമില്ല പരോടുമില്ല നിൽക്കുകയാണ്. അപ്പോൾ ആ രമ്യ ലൈറ്റേക്കാരൻ്റെ പേര് കസിട്ടിട്ട് പറഞ്ഞ് വീടില്ല അമ്മയെന്ന് പറയും. അത്രേ ഉള്ളൂ. വീടില്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഫോൺ ഓഫ് ചെയ്യണമെമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഉടനെ രമ്യ പറയും, ഇത് ഏതോ ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കണം, വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യമാണ്. മെസ്സേജല്ല, പരസ്യം. ആ പരസ്യം കണ്ടാണ് വീട് കൊടുക്കാനുണ്ടെന്ന് പരസ്യം. ആ സെക്കൻഡാണ് ഫോൺ ഓഫ് ചെയ്യണമെമ്പോൾ തന്നെ പരസ്യം വന്ന് വീട് കൊടുക്കാനുണ്ടെന്ന്. രമ്യ അത് ഗവനിച്ചില്ല. എന്താ കാര്യം? ശനിയാഴ്ചയാണ്, ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പം ഞായറാഴ്ച എന്ന് വെച്ചാൽ അവരുടെ ഓഫീസുകൾ ശനിയും ഞായറും ഓഫാണ്. അപ്പോൾ ഒരു ഓഫീസിൽ ഒരു പൂച്ചക്കാളിയും ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ ഇപ്പം അപ്പോൾ ഭർത്താവ് വിളിക്കടി എന്ന് പറഞ്ഞ് അപ്പോൾ ഭർത്താവിന് അറിയത്തില്ല, ഇംഗ്ലണ്ടിലെ കാര്യം അറിയത്തില്ലല്ലോ. പുള്ളി ഈ ജസ്റ്റ് ഇടയ്ക്ക് ചെന്നതല്ലേ ഉള്ളു. ആരും എടുക്കത്തില്ല. എടുക്കാത്തതിൻ്റെ കാരണം ഈ ശനി ഞായർ ഓഫാണ്. ഒരു സെർവൻസും ഉണ്ടാകത്തില്ല അവിടെ. അവിടുത്തെ ജോലിക്കാരും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴുടനെ ഈ രവീന്ദ്രൻ രവീന്ദ്രൻ പക്ഷെ വിശ്വാസിയല്ലായിരുന്നു. രമ്യ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അത് കേട്ടാണ് രവീന്ദ്രൻ വിശ്വാസിയായത്. രവീന്ദ്രൻ പറഞ്ഞു, എടി നീ ഇപ്പോൾ ലൈറ്റേക്കാൻ്റെ പേർക്കസ്റ്റ് ഇട്ടപ്പോഴല്ലേ വീടിൻ്റെ പരസ്യം വന്നത്? അതപ്പോൾ അത് മാതാവല്ല പിന്നെ ആരാണെന്ന് ചോദിച്ചു. അതാണ് രസം. ഉടനെ അത് രവീന്ദ്രനെ പെട്ടെന്ന് ഓടിത്തിരിഞ്ഞേ. കാര്യം മറ്റവർക്ക് നിയമങ്ങളാണല്ലോ ഇരിക്കുന്നത്, അവർക്ക് അവിടുത്തെ നിയമം എന്താണെന്ന് അറിയാം. രവീന്ദ്രനെ ഈ നിയമത്തിൻ്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന, മെറിറ്റല്ലാതെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് നീ എടുക്കുമെന്ന് പറഞ്ഞ് എടുത്തിട്ട് തിരിച്ച് ഈ നമ്പറിലേക്ക് അവർ തിരിച്ച് രാത്രി വിളിക്കുമ്പോഴുണ്ട് ഒരു ലേഡിയാണ് വളരെ മധുരമായ സമയത്ത് ഇവരോട് സംസാരിച്ചിട്ട് പറഞ്ഞാൽ, നിങ്ങൾ വീടല്ലേ, നിങ്ങളുടെ പേര് പറഞ്ഞ് രമ്യ രവീന്ദ്രൻ തങ്കമണി. ഉടനെ അവരും പറയും രമ്യ രവീന്ദ്രൻ തങ്കമണി. അത് അവരും പറയും. അതുപോലെ തന്നെ വളരെ സൗമ്യതയോടെ, ഇങ്ങനെ സൗമ്യതയോടെ ആരും സംസാരിക്കണ കേട്ടിട്ടില്ല. ശരി, നിങ്ങൾക്ക് നാളെ 10 മണിക്ക് ഇവിടുന്ന് വിളി ഉണ്ടാവുമെന്ന് പറഞ്ഞു. 10 മണിക്ക് ഇവിടുന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ഓക്കെ താങ്ക് യു പറഞ്ഞ് അവസാനിച്ച് അവർ പോകുന്നു, ഹോസ്റ്റലിലോട്ട് പോകുന്നു. 10 മണി വരെ കാത്തിരുന്നിട്ട് ആരും വിളിക്കണില്ല. അപ്പോഴേ ഇവർ തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് ഇന്നലെ രാത്രി ഞാൻ 10 മണിക്ക് വിളിച്ചായിരുന്നു, അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീടിൻ്റെ ഒരു ആവശ്യമാണ്, 10 മണിക്ക് വിളിക്കാൻ പറഞ്ഞു, ഇപ്പോൾ മണി 11 നിങ്ങളാരും എന്നെ വിളിച്ചില്ല. അപ്പോൾ അവർ പറയണേ ഞങ്ങളുടെ ഓഫീസിൽ ലേഡി സ്റ്റാഫ് ഇല്ലെന്ന്. അതാണ് മനസ്സിലായില്ല ആളാരാണെന്ന്? മനസ്സിലായില്ലേ? രമ്യ പറയും അത് ആ മാതാവാണ് എടുത്തതെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ലൈറ്റേക്കാൻ്റെ പേരക്വസ്റ്റ് ഇട്ടിരിക്കണതാണ്. ലൈറ്റേക്കാൻ്റെ പേരക്വസ്റ്റ് ഈ ഇംഗ്ലണ്ടിലെ ഞായറാഴ്ച രാത്രി ആ ഓഫീസിൽ സെർവൻ്റ് ഇല്ല. ആ ഓഫീസ് തന്നെ പറയുകയാണ് ഇവിടെ സെർവൻ്റ് ഇല്ല, ഞങ്ങൾക്ക് അത് തന്നെയല്ല ഞങ്ങളുടെ സ്റ്റാഫിൽ സ്റ്റാഫില്ല, ലേഡീസ് ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ മനസ്സിലായി അമ്മയാണ് ഈ ഉടമ്പടി ഇത് എടുത്തിരിക്കണമെന്ന്. അമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും.